അടിച്ചും കുത്തി വീണാക്കല്ലേ തെന്നി അങ്ങ് പോണ. ഇനി പിന്നെ അതും ചുമന്നുണ്ടോ എവിടെയും ഒളിപ്പിച്ചു വെക്കാം, തിരിച്ചു വരുമ്പോ കണ്ടോ രസമല്ലേ മേഘം ആകാശത്തൊക്കെ. കാണിക്കണോ? സർപ്രൈസ് ആക്കണോ? അല്ല അവിടെ അതിൻ്റെ അടുത്ത് തന്നെ. അല്ല ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലേ. കേസ് നോക്കിക്കോ. ഇങ്ങോട്ട് വാ. ഞങ്ങൾ ഫോറസ്റ്റ് ഏരിയക്കാരാണ്. ഞങ്ങൾ അതുവഴിയൊക്കെ പോകാൻ പോവാ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ പോവാം. ഒരു ചിക്കൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊരു ഒത്രയും സോയിലൊക്കെ പൊക്കി. അക്കനെ തിരിച്ച് വീട്ടിൽ പോവാൻ അനുവാദം ഇല്ല. അതെ. അയ്യോ, ഇത് പപ്പയുടെ രണ്ടാം കൂട്ടുകാരൻ. ഓക്കെ, അപ്പൊ നമ്മൾ പോവാട്ടോ. വീഡിയോ അവസാനിപ്പിക്കുന്ന സമയം. ഹായ് ഫ്രണ്ട്സേ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് പോവാണ്. അപ്പൊ അത് ഏത് സ്ഥലമാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ആ കുഞ്ഞാച്ചി വരികയും നമുക്കൊരു സ്ഥലത്ത് പോകാന്ന് പറഞ്ഞു. അടിപൊളി സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ആ സ്ഥലത്തെ കുറിച്ച് പറയാനുള്ളത്? പറ. അവനാ കൊണ്ടുപോകുന്നത്. അപ്പൊ എന്തായാലും നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. അതെ, കുളപ്പും സ്ഥലമാണ്. കൊറേ പേര് വന്നിട്ടുണ്ട് അവിടെ. കൊറേ നല്ല വലിയ സ്ഥലമാട്ടോ. നമുക്ക് വലിയ സ്ഥലമാന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ അറിയാത്ത ഏത് വലിയ സ്ഥലമാണ്. പക്ഷെ ഞാൻ അറിയാത്ത കുറെ സ്ഥലങ്ങളുണ്ട് ഇവിടെ. എനിക്കറിയത്തില്ല. നിങ്ങളെപ്പോലെ ഞാനും എക്സൈറ്റഡ് ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. കുറേ നടക്കാനുണ്ട് കേട്ടോ. മെയിനായിട്ട് അതാണ് പറയുന്നത്. എങ്കിലും നമുക്ക് പോകുമ്പോഴുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മളന്ന് വീഡിയോ പോയില്ലായിരുന്നു. നമ്മൾ എവിടെയാണ് പോയത്? വ്യൂ പോയിന്റിൽ പോയത്. അത്രയൊന്നും നടക്കാനില്ല കേട്ടോ. പക്ഷെ ഇതൊരു നിരപ്പായ സ്ഥലങ്ങളിൽ. നിരപ്പല്ലേ? കയറ്റൊക്കെ ഉണ്ടോ? രണ്ടിറക്കം 2 കയറ്റമുണ്ട്. ദൈവമേ എന്താവും. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എവിടെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് പോയി കാണാൻ നിങ്ങളും എന്തായാലും എന്നെപ്പോലെ തന്നെ കാത്തിരിക്കുക. ഏതാ സ്ഥലം എന്ന് പറയാം. വലിയ കാണാൻ കൊള്ളാത്ത വല്ല സ്ഥലമാണെങ്കിൽ എന്ന് ഇവനെ ഞാൻ അവിടെ വിട്ടിട്ട് പോരും. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് അതെ കണ്ടറിയാം നമുക്ക് കേട്ടോ. അപ്പൊ ഞാൻ ഈ ബാഗ് എടുത്തിട്ടുണ്ട്. ബാഗില് ഇത് നമുക്ക് ലേതാൻഡി തന്നതാണ് കേട്ടോ, ഒരു ബാഗ്. ഇവിടെ ഒരാളുണ്ടെങ്കിൽ അച്ഛനുണ്ട് കേട്ടോ. അച്ഛന് നാച്ചു. അപ്പൊ നീ ബാഗ് പിടിക്കോ, ഞാൻ ബാഗ് പിടിക്കും. ഞാൻ ബ്ലാക്ക് ഷർട്ട്, ചേച്ചിയും ബ്ലാക്ക്, അച്ഛൻ ഇപ്പൊ ബ്ലാക്ക് ആയിട്ടോ. അച്ഛക്കുട്ടി ഞാൻ ഇറങ്ങാണ് കേട്ടോ. അപ്പം എന്താണ് എങ്ങനെയാണ് എങ്ങോട്ടാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ കൂടെ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ക്യാമറമാനായിട്ട്. ഇന്ന് ഫുള്ള് ക്രിസ്റ്റിയുടെ കയ്യില. ഓക്കെ, അപ്പം നമുക്ക് പോവാം. അപ്പം നമുക്ക് നേരെ എങ്ങോട്ടാ? ആ സ്ഥലത്തോട്ട് ഇവനെങ്ങോട്ടാ കൊണ്ടുവന്നെന്ന് എനിക്കറിയാം ഗൈസ്. ഞാൻ പോയിട്ടുണ്ട് നേരത്തെ. ടാറ്റ. ഇതിവിടെ എവിടെ നിൽക്കണം? ടാറ്റ. നമ്മളെ എബനേസർ വരുന്നില്ലല്ലോ ചേച്ചി? ഇല്ല, എബനേസറിന് പനിയാ കേട്ടോ. പിന്നെ ജോയിലിൽ മടി. മറ്റേത് ഡോറ ഉജിക്കാത്ത മറ്റേ ഭാഗം പറഞ്ഞു. എൻ്റെ കയ്യിൽ ബുക്കും പലകഥ സാധനങ്ങളും ഉണ്ട്. എന്തൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ തരാ ഞാൻ. ബാക്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാണ് ഗൈസ്. എബനേസർ വരുന്നില്ല. ചോദിക്കാൻ നോക്കട്ടെ. എബനേസർ എന്തെങ്കിലും ചോദിച്ചോട്ടെ. എന്നിട്ട് കൊണ്ട് ചോദിച്ചു. അവിടെ അമ്മ ഇരിപ്പുണ്ട്. എടാ ഉറങ്ങുവാണോ? പനി കേട്ടോ. പിന്നെ എവിടെ ഇല്ലേ? ഈ റൂം ഇരുട്ടാ. അവനെ ഉറങ്ങുവാൻ തോന്നുന്നു. നമുക്ക് ഇതിലിറങ്ങിപ്പോവേ. ഈ തൊണ്ടുവഴിയെ ഞങ്ങളുടെ കൂടോത്ര വഴിയാ. ഓഫ് റോഡിലൂടെ. ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ചാലോ? നല്ല വെയിലാണ് കേട്ടോ. ഈ വെയിലത്താ പോകുന്നത്. ഒരു പണിയില്ല. ഞാൻ ലൈസ് മേടിച്ചിട്ടുണ്ട്.
അപ്പം ഗേസ് നമ്മൾ സാധനവും മേടിച്ച് ഇറങ്ങുക അല്ലേ? അടിച്ചും കുത്തി വീണാക്കല്ലേ തെന്നി അങ്ങ് പോണ കാണാം. ഓ ഇവിടെ നടക്കാൻ പറ്റൂല, കുത്തനെ ഇറക്കുക. നല്ല വിശാലമായ ഏലത്തോട്ടാട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള വഴിയുണ്ട്. ഞാൻ ഈ ഫോണിൽ വഴി നോക്കിയാട്ടോ വരണത്. വല്ലയിടത്ത് അടിച്ചും കുത്തി വീണ എടുത്തോണ്ട് നോക്കണേ. തന്നോടാ അവിടെ ഒത്തിരി പോകാനുണ്ടോ? പോണം, കൊറേ 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 പോണം. ഇത് ഒരു പഞ്ചായത്ത് കിണറാണ് കേട്ടോ. പോയി നല്ല വെയിൽ കേട്ടോ. നല്ല വെയിൽ, നല്ല വെയിൽ. സൺസ്ക്രീൻ പോലും തേക്കാനില്ലായിരുന്നു. സാധാരണ ഞാൻ തേക്കാറില്ല. അത് വേറെ ശിവന്മാർക്ക് വെയിൽ. അപ്പോൾ നമ്മൾ ഈ വഴിയല്ലേ പോന്നേ? ദൈവമേ, വീശി നടക്കണം കൈ. ഇന്നലെ ചേച്ചി നടക്കാൻ വന്നപ്പോൾ ചേച്ചി ഇങ്ങനെ കേട്ടോ. അങ്ങനെ നടക്കേണ്ടത്. അങ്ങനെ കൈ വീശി നടക്കണം. ആ ചക്കയൊക്കെ വീണ് കിടക്കുന്നവിടെ നല്ല മണം. നല്ല മണമോ? മറ്റേ അക്കപ്പഴത്തിൻ്റെ മണം. എപ്പോൾ തിരിച്ചു വരും? ഞാൻ ഒരു 6 4 5 മണിയാവും. നടക്കാൻ ഇനി നടന്ന് പോകണം. നമ്മളൊന്ന് നടക്കാൻ പോയില്ലേ? ആ കയറ്റം കയറിയില്ലേ? ആ കയറ്റം കയറിയിട്ട് അങ്ങ് കൊറേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതിൽ കൂടെ അങ്ങ് പോവാം. ഇതിൽ കയറി പോണോ? ഏത് സ്കൂളിൻ്റെ കോളേജിൻ്റെ? അല്ല, റോട്ടിൽ കൂടെ തന്നെ പോണം. അവിടെ നീങ്ങടാ. ഇത്ര വീതിയുള്ള റോഡിൽ കൂടെ വണ്ടിക്ക് പോകും. കംപ്ലീറ്റ് വീട് നടക്കുന്നടാ. ദേവിടെ ഇനി പിന്നെ അതും ചുമന്നുണ്ടോ? എവിടെയും ഒളിപ്പിച്ചു വെക്കുക. തിരിച്ചു വരുമ്പോൾ കണ്ടോ? അത് നല്ലതാണ്. നോക്ക്, 2 കിടപ്പുണ്ട് കേട്ടോ. കൊള്ളൂല്ലേ? ചീത്തയായിപ്പോയോ? വേണ്ട, ചീത്തയല്ലടാ അത് വീണിട്ടതായതാ. അതെ, ഇവിടെ 1 കിടപ്പുണ്ട് കേട്ടോ. വീണ് പൊട്ടിയതാ. എന്തായാലും വീഡിയോ കാണുന്നവരെന്തായാലും കാണാതിരിക്കും. ആ ചേച്ചി വീഡിയോ കാണുന്നതാ. ഈ വീട്ടിലെ ഉടമസ്ഥ. കുഴപ്പമില്ല, റോട്ടിൽ കിടക്കുന്നതല്ലേ അല്ലേ? ചേച്ചി ക്ഷമിക്കണേ. കോളേജിലേക്ക് കയറി പോകുന്ന വഴി റോഡാണല്ലോ. കുത്തിനെ കയറിയായിരുന്നു പണ്ട് കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. എല്ലാ ദിവസവും നടന്നത്. അയ്യോ, ഇപ്പം കിടന്നപ്പോൾ ഒരു സൂത്രം കണ്ടേ, കാണിച്ചത് വെറൈറ്റി കപ്പളങ്ങ കേട്ടോ. ഏതാണ്ടൊക്കെ മുകളിലിരിക്കുന്നു. തിങ്ങി വളർന്നുകൊണ്ടാണ്. കൊള്ളാട്ടോ. കുറച്ചേരം നിന്നിട്ട് പോയത് മടുത്ത്. ഇവിടെ എത്തിപ്പോ മടുത്ത്. ഇനി എന്തോരം ഉണ്ട്? ഇനി അപ്പുറം എത്തിയിട്ട് കാണിക്കും. ഞാൻ ഒരുപാടായി കേട്ടോ ഇവിടങ്ങളിലൊക്കെ വന്നിട്ട്. ഇങ്ങോട്ട് വരല്ലോ. ഞാൻ അവിടെ അപ്പുറം വരെ നടക്കാറുള്ളൂ, രാവിലെ തന്നെ ഉള്ളതുകൊണ്ട്. ഞാൻ മടുത്തട്ടോ, ശരിക്കും മടുത്തു. അയ്യോ, ഇപ്പോൾ ഒരുപാട് വീടുകളൊക്കെ ആയി ഇവിടെ. ഒരുപാട് വീടുകളൊക്കെ ആയി. വീടുകളൊക്കെ പണിതു. അപ്പോൾ വാ, നേരെ നമുക്ക് പോയാൽ ഇവിടെ എന്തോരം ഉണ്ടെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഈ ചെറുക്കാൻ കൊണ്ടുപോകുന്ന കേട്ടോ. ഞാൻ ഓട്ടോയ്ക്കട്ടെ പോയിട്ടുള്ളത്. നടക്കാൻ ദൂരം ഉണ്ടെന്ന് ഞാൻ നടത്താൻ നോക്കിയിട്ടില്ല. പക്ഷെ എന്നാലും കുറെ പോകണമെന്നറിയാം. ഓട്ടോയ്ക്ക് തന്നെ പോയിട്ട് 1 മണിക്കൂറായി അവിടെ എത്തിയിട്ട്. അപ്പം നടന്നു പോയി എത്ര മണിക്കൂർ. ഇതിലൊക്കെ പണി നടക്കോട്ടോ കേസ്. ഇല്ല കൊഞ്ചി, റോഡ് പണി നടക്കുന്നത്. വന്നപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ കുറച്ചേരം ഇരിക്കാണ്. ഓക്കെ, അവിടെ കുറച്ചേരം ഇരുന്നിട്ട് പോട്ടോ. കുറേ ഇങ്ങ് പോകുന്നു കേട്ടോ. നമ്മൾ കുറേ പോന്നു. അടിപൊളി റോഡാണ് കേട്ടോ. രക്ഷയില്ലാത്ത വ്യൂ. നല്ല ഭംഗി. നമ്മൾ വേറെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങത്തൊട്ടിയല്ല, വേറെ ഏതോ നാട്ടിലേക്കുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നൊരു ഫീൽ കേട്ടോ. ഇങ്ങോട്ടൊന്നും ഞാൻ വന്നിട്ടില്ല എന്നല്ല, പണ്ട് വന്നതാ. അപ്പോൾ ഈ നടക്കാം. കുറച്ചേരം ഇരുന്നിട്ട് പോരെ. വെള്ളം ബോട്ടിലെടുക്കുക.
ഇച്ചിരി വെള്ളം കുടിക്കാം കേസ്. വാ ഇവിടെ ഇരി കേസ്. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉള്ളതുകൊണ്ട് കേട്ടോ ഞാൻ ഇരിക്കാന്ന് പറഞ്ഞു. അയ്യോ വെള്ളം തരാം. പയ്യൊന്നും ഇരിക്കാം, വെള്ളമൊക്കെ കുടിക്കാട്ടോ. ശരിക്കും മടുത്തട്ടോ, എനിക്ക് തളർച്ചയായി. നടക്കാം ഇവിടെ. അപ്പം ഞങ്ങൾ നടക്കാൻ തുടങ്ങും കേട്ടോ. ഓട്ടോ വരുന്നു. ഞങ്ങൾ ഓർക്കും ഭ്രാന്തായിരിക്കും ഞങ്ങൾക്ക്. ഓട്ടോ വരുന്നുണ്ട്. ലിഫ്റ്റ് അടിച്ചൊന്നും പോയാൽ വേണ്ട, ലിഫ്റ്റ് അടിക്കാൻ പൈസ ഇല്ലല്ലോ. അതൊക്കെ ആൾക്കാരെ നടക്കും. ഓട്ടോ ഒക്കെ വിളിച്ച് പോകണം. ഇനി അവിടുന്ന് വരുന്ന എല്ലാം ഓട്ടോ ഉണ്ടെങ്കിൽ ചുമ്മാ കയറി പോരാ. അറിയുന്ന ആരെയിലൊക്കെ ആണെങ്കിൽ കയറി പറയാം. വയ്യ മടുത്തേക്കണു. അവിടെ നീങ്ങുവാ. ഞങ്ങൾ എൻ്റെ റോഡിൽ നടുക്കോടെ പോകും. നിങ്ങൾ നീങ്ങുക. ഞാക്കനെ തിരിച്ച് വീട്ടിൽ പോവാൻ അനുവാദമില്ല. അതെ. അയ്യോ എടാ, നീ ഏത് പാതാളത്തിലേക്കാണ് എന്നെ കൊണ്ടുവന്നേ? നരകം അല്ല, നരകം നീങ്ങി കിടന്നേ. വണ്ടിയൊക്കെ നീങ്ങി വേടാ. ഈ കള്ള ചേച്ചി പറഞ്ഞപ്പോൾ എന്നെ ഇടിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് കുറേ നേരം അതിൽ വന്നിട്ട്. അതെ, കുറേ നടന്ന് ഞങ്ങളിപ്പോൾ ഒരു ഇറക്കം എത്തിയിട്ടുണ്ട്. ആ ഇറക്കത്തിലായാലും സമാധാനമായിട്ട് പോവാന്ന് വിചാരിച്ചു. ഇറക്കം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ കയറണമല്ലോ. ആ അത് മാത്രമേ ഉള്ളൂ ഇച്ചിരി പാട്. അത് കുഴപ്പമില്ല, തിരിച്ചു വരുമ്പോൾ ഞാൻ ബാഗ് പിടിച്ചോടാം. വേണ്ട, ഞാൻ കുഴപ്പമില്ലടാ. എന്നാ പറ്റൂ. ഇറക്കമായി ഒരു മാനസിക സുഖം. പക്ഷേ ഒന്നുമില്ല, സഹായിക്കാന്ന് വിചാരിച്ചപ്പോൾ മനസാക്ഷിക്ക് സഹായിക്കാന്ന് അത് സമ്മതിക്കില്ല. പടിപൊളിയാട്ടോ. ദേ നമ്മളിതേ ഒരു കയറ്റം അല്ല ഇറക്കം അങ്ങ് ഇറങ്ങി കേട്ടോ. ഈ ഇറക്കം ഇറങ്ങി പോന്നിട്ടുണ്ട്. ഈ കയറ്റം ഇനി കയറണമല്ലോ തുറത്തിട്ട് തിരിച്ചു വരുമ്പോൾ. ബട്ടൺസ് ഒക്കെ ഇട്ടിട്ടാണ് ഷർട്ടിൻ്റെ വന്നത്. ഇപ്പോൾ ബട്ടൺസ് പോലും ഇടാത്ത അവസ്ഥ. ചൂടുണ്ടല്ലേ? നിങ്ങൾ വിചാരിക്കുക എന്താണ് നമ്മൾ ഈ ഉച്ചയ്ക്ക് പോരുന്നത്, നിങ്ങൾക്ക് ഇച്ചിരി വെയിൽ ആറിയിട്ട് പോന്നാൽ പോരെന്ന് ചോദിക്കും. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അമ്മ വരുന്നതിന് മുന്നേ വീട്ടിൽ ചെല്ലണം. അടിപൊളി റോഡാണ് ഇത്. ഈ റോഡ് നമുക്ക് NRCTക്ക് പോകാം കേട്ടോ. നടുമറ്റം പോകാം. എത്തിയോടാ? എത്തിയില്ലേ? ഇപ്പോൾ ഇത് NRCTക്കൊക്കെ പോകുന്നതാണ്. ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. കാണിച്ചു തരാൻ ബോർഡ്. കാറ്റടിക്കുമ്പോൾ ഇത് NRCTയുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ NRCT താഴത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നടുമറ്റത്തേക്കാണ് പോകുന്നത്. നടുമറ്റം ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പറഞ്ഞു. നമ്മൾ ആ പോകുന്ന സ്ഥലത്തിന്റെ സെന്ററിൽ നിന്ന് ഇപ്പുറത്തേക്ക് നമ്മുടെ കനകപ്പുഴ, അപ്പുറത്തേക്ക് നടമറ്റുമാണ്. നടുമറ്റം. ഇതെന്റെ എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ അനിയത്തി. SLC ഫുൾ A+ മേടിച്ച അൽഫിയ. അടിപൊളി വ്യൂ ആട്ടോ. നല്ല രസമാണ്. കാടൊക്കെ കാണാം കേട്ടോ. ഞാൻ അപ്പുറത്തേക്ക് വെച്ച് കാണിച്ചു തരാം. ഇത് ഓരോരുത്തരുടെ പ്രോപ്പർട്ടി ആണ് എങ്കിൽ അയാളെ കാട് നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ അടിയിലൊക്കെ താഴത്തേക്കൊക്കെ കാണാനായിട്ട്. വേണ്ട, നമ്മളൊരു ഫോറസ്റ്റ് ഏരിയയിൽ പോയി കണക്കാട്ടോ. ചീവീടുകളുടെ സൗണ്ടും ഓക്കെ. പോ ഫോറസ്റ്റ് ഏരിയ. അതെ, ഞാൻ ബിനോയ് നടുമറ്റും. വിനോയ് നടുമറ്റേ അത്ര ഈ ഒരു ഇറക്കം കേട്ടോ. ഇത് ശോകം. നമുക്ക് ആരുടെയെങ്കിലും ഓട്ടോ കിട്ടിയ കയറി പോരാ. അറിയുന്ന ആരുടെയെങ്കിലും. പൈസ പിന്നെ തരാട്ടോ ചേട്ടാന്ന് പറഞ്ഞാൽ ഇറക്കം ആയതുകൊണ്ട് വണ്ടി സ്പീഡിൽ വരും. അയ്യോ ഭയങ്കര ഇറക്കത്തിന് ഇറക്കട്ടെ. എങ്ങനെ കയറുവിടാ വണ്ടി ചെയ്ത് നന്നായിട്ടുണ്ടല്ലേ. മാങ്ങപ്പെട്ടി കുരുമ്പേല ചേട്ടൻ്റെ മോള. ഇത് നല്ല രസമാടാ. വ്യൂ നോക്കടാ, അവിടെ നോക്കടാ. മല അയ്യോ ഈ ദൈവമേ, ഇനി കയറ്റം കയറുന്നുണ്ടോ? ഇങ്ങനെ താത്തി വെച്ച് കാണിച്ചാലും എനിക്ക് മനസ്സിലാവുള്ളൂ. ആ മാതിരി കയറ്റോ ദൈവമേ. ഈ കയറ്റം എങ്ങനെ കയറും? ഇപ്പോൾ പോകുന്ന ചേട്ടൻ നമ്മളെ അറിയുന്ന നാട്ടുകാരി. എത്തിയോ? നമുക്ക് ആകാശം കണ്ടോട്ടു. എന്നെ രസമല്ലേ മേഘം ആകാശമൊക്കെ. കാണിക്കണോ? സർപ്രൈസ് ആക്കണോ? അല്ല അവിടെ അതിൻ്റെ അടുത്ത് തന്നെ. അല്ല ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലേ. കേസ് നോക്കിക്കോ.
ഇത് മാത്രമല്ല ഗൈസ്, വെറൈറ്റി ആയിട്ടുള്ളേ വേറെ ഒരു സംഭവം കൂടെ കാണിക്കാം. പിന്നെ വെറൈറ്റി ആയിട്ട് ഒരെണ്ണമുണ്ട്, ഞാൻ കാണിക്കാം. എന്താണ് കാണാൻ, എന്താണ് നമുക്ക് നോക്കാം. അപ്പം ഇങ്ങോട്ട് ഇവിടെ കയറാം വാ. ഇതാണ് നമ്മുടെ പുതിയ പാലം. ഇതിന്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ടാട്ടോ വന്നേക്കുന്നേ. അപ്പൊ അവൻ എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ല. എനിക്കറിയായിരുന്നു, സ്ഥലം അറിയാം, പക്ഷെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ വ്യൂ ഇതാണ്. അടിപൊളി കേട്ടോ. താഴെ ഇറങ്ങാൻ പറ്റുമോ? ആ, താഴെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ നടുമറ്റത്തെ പുതിയ പാലം. പുതിയ പാലം എന്ന് വെച്ചാൽ പുതിയ പാലം, വർഷങ്ങൾക്ക് ശേഷം വന്നൊരു പാലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെന്താണ് കാണാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ, ഇങ്ങനെ ഒരു പാലം വരുന്നതൊക്കെ. പിന്നെ ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. വെള്ളമൊക്കെ ഇങ്ങനെ ചാടുന്ന കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഇവിടെ മലയും എന്താ പറയുക, പ്രത്യേക ഒരു ഭംഗിയാണ് കാണാൻ. അപ്പുറം ഇപ്പുറമൊക്കെ നോക്കുമ്പോൾ നിറയെ വെള്ളവും വല്ലാത്തൊരു രസമാണ്, വല്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ. ഇതേ തുപ്പി കളിക്കുന്നത് പണ്ട് നമ്മൾ കളിക്കുമായിരുന്നല്ലേ. ഞാൻ അപ്പുറ സൈഡ് കണ്ടു കേട്ടോ വ്യൂ. ഇല്ല താഴെ പോകത്തില്ല. അടുത്ത ഇത് അടിപൊളി വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. സൂപ്പർ. അയ്യോ ഇത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നിങ്ങൾക്ക് ഒരാഗ്രഹം കൂടെ ഇല്ലേ? ഇതിൽ പോകാൻ പറ്റുമോ ചോദിച്ചിട്ട് പോയായിരുന്നു. ആ താഴത്തേക്ക് പോകാൻ പറ്റുമോ? ഇപ്പോൾ ഒരു അങ്കിള് ഇവിടെ പണിയുന്നാണോ? ഞാൻ കുരുമ്പേല, എനിക്ക് മാങ്ങത്തിട്ടി വീട് കുരുമ്പേ ജോസിൻ്റെ. ആ ഇളയ മോള്. ആ മൂത്ത കുഴപ്പമില്ല, ആ സുഖമായിട്ടിരിക്കുന്നു. ആ 3 പെണ്ണുങ്ങള്. ആണോ? ആണോ? ആ വീട്ടുപേരെന്തായിരുന്നു? കാരക്കട്ട്. ആ അറിയാം വീട്ടുപേര് പറഞ്ഞ. ആഹാ ആഹാ ഞങ്ങള് പാലം വീഡിയോ എടുക്കാൻ വന്നായിരുന്നു. ആ അപ്പൊ നമ്മൾ താഴത്തേക്ക് വിട്ടെ. അടിയുടെ പാലോ? ആ പാലത്തിന്റെ അടി. പയ്യെ പോടാ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഓക്കെ ഒഴുക്കൊന്നും ഇല്ലാത്ത കുഴപ്പമില്ലേ? എടാ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലേ? വെള്ളത്തിൻ്റെ അങ്ങോട്ട് ഇല്ലെന്ന് തോന്നടാ. എന്റെ ഫ്രണ്ടാട്ടോ ഇത്. എന്നാടാ ഞാൻ വീഡിയോ എടുക്കാൻ വന്നായിരുന്നു. പിന്നെ ഒന്നുമില്ല, ഞങ്ങൾ +2 ഒരുമിച്ച് പഠിച്ചത്. അവന് പിന്നെ ഒരു വ്ളോഗ് എടുത്തോളാവോ? ഞാൻ അവിടെ എടുത്തിട്ട് വരട്ടെ കേട്ടാ. ഓ എവള് ഞാനോ? ഇല്ല, നമ്മളങ്ങനെ പാട്ടാക്കൂടെ. ചേച്ചി ഇറങ്ങുന്നു. കല്ലൊക്കെ പിറക്കി നമുക്ക് കുളത്ത് കയറിയാ. കൊള്ളാട്ടോ, നല്ല വ്യൂ ആണേ, അടിപൊളി വ്യൂ ആണ് കേട്ടോ. അങ്ങോട്ട് കാണിച്ചിട്ട് വരട്ടെ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഈടോ കാശ്മീരിൽ പോയ കണക്ക്. നല്ല അടിപൊളി വ്യൂ കേട്ടോ. ഇതേ പാലം കേട്ടോ, പാലം വേറെ ലെവലാണേ, രസമാണ്.
ദേ തുമ്പിയല്ലല്ലോ, പറവ. അയ്യോ നല്ല രസം കേട്ടോ, മഞ്ഞ പറവകള്. എന്റെ മേത്ത് വന്നിരിക്കും. ചേച്ചി അവിടെ നിന്ന് ചേട്ടാ മേത്ത് വന്നിരിക്കുന്നു. അയ്യേ ഇല്ലടാ ആടാ. മഞ്ഞ അത്ര ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആ പയ്യെ. അയ്യോ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഞാൻ ഇത്രയും നാൾ മിസ് ചെയ്തല്ലോ ദൈവമേ. അയ്യോ, അപ്പോൾ നമുക്ക് ഷൂട്ടൊക്കെ ചെയ്യാൻ നല്ല പറ്റിയ സ്ഥലമാണ്. അതെ, ഒഴുക്കൊന്നും ഇല്ലല്ലോ അല്ലേ. അടിപൊളി വ്യൂ ആണ് കേട്ടോ, നല്ല രസം കേട്ടോ, പറയാൻ പറ്റത്തില്ല അത്രയും ഭംഗിയുണ്ട്. ഓക്കെ, ഞങ്ങൾ ഫോറസ്റ്റ് ഏരിയക്കാരാണ്. ഞങ്ങൾ അതുവഴിയൊക്കെ പോകാൻ പോവാ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഞാൻ കാര്യം നനയ്ക്കൂല, ഞാൻ ഈ മണ്ണിൽ കൂടെ വന്നോളാം. പരലല്ല, വരാല്. ഇങ്ങോട്ട് വാ. അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഞാനിവിടെ ചെരുപ്പ് വെച്ചു കേട്ടോ. ചെരുപ്പ് പറവ നല്ല രസം കേട്ടോ. ശരിക്കും മിസ് ചെയ്ത് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാഞ്ഞിട്ട് കേട്ടോ. അപ്പം ഇവിടം വരെ നോക്കാം ഒരു മിനിറ്റ്. അയ്യോ, ഞാനൊന്ന് പാറയിന്ന് കയറട്ടെ. ആ അപാര വ്യൂ ആണ് കേട്ടോ, നല്ല രസം. ഇങ്ങ് അങ്ങ് നടുക്കേക്ക് പോണ്ട, കാരണം നമുക്ക് അറിഞ്ഞുകൂടാ എന്താഴം ഉണ്ടോന്നൊന്നും അറിഞ്ഞൂടാ. നമുക്ക് വലിയ പാറ പോയിരുന്ന തിന്നാൻ പറ്റും. അവൻ ഡ്രസ്സ് മാറി. കൊടയെന്തിടാ? അവിടെ വെച്ചിട്ട് തോന്നുന്നു പാറയുടെ പുറത്ത്. അയ്യോ, അത് എടുക്കുമായിരുന്നെങ്കിൽ താഴത്തേക്ക് കാണിച്ചു. അവൻ ഈ ചെക്കന്മാരൊക്കെ ട്രിപ്പ് പോകണൊക്കെ. ഇതേ നല്ല അലക്കല് പോലത്തെ കല്ലേല്. ഹായ്, നല്ല രസമാട്ടോ, നല്ല ഉണ്ട്. അങ്ങോട്ട് വീടരുത്. അവന് സന്തോഷമായി കേട്ടോ, ഈ ഒരു ചേട്ടൻ അവിടെ നിന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ, രക്ഷയില്ലാത്ത വ്യൂ. കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തി. അടിപൊളി സ്ഥലമാണ് കേട്ടോ, ഒത്തിരി നേരം ഇരിക്കാൻ ഇങ്ങനെ തോന്നുന്നു. അപ്പോൾ ദേ വെള്ളം കുടിയൊക്കെ തുടങ്ങി കേട്ടോ ഇവിടെ. അപ്പോൾ ദേ ലേസൊക്കെ എടുത്തോണ്ട് വന്നത് കഴിക്കുവാണ് കേട്ടോ. പക്ഷെ ഒത്തിരി ദൂരം ഇല്ലായിരുന്നു അല്ലേ നടക്കാനായിട്ട്. അങ്ങനെ ചേച്ചി ലേസ് കഴിക്കുവാണ് കേട്ടോ. അപ്പം നമുക്ക് ലേസൊക്കെ കഴിച്ച് പയ്യെ ഇരുന്ന് കഴിച്ചൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ പോവാം. നമുക്ക് ഈ വഴി അറിയില്ലായിരുന്നു ഇങ്ങോട്ട് വരാൻ പറ്റുന്നു. ഇവിടെ നല്ല സൂപ്പറാട്ടോ ഗൈസ്, നോക്കിയേ.
ഇപ്പൊ ശരിക്കും ഞങ്ങൾ ഫോറസ്റ്റ് ഏരിയക്കാരാണ്. നോക്കിയേ എടുക്കണോ? വേണ്ട വേണ്ട ബോണ്ട. ഒരു ചിക്കൻ ഉണ്ടാക്കി കഴിക്കുന്നത് നമുക്കൊരു കൊണ്ടുവരാം. ഇതെന്തിൻ്റെ കായ? പൊക്കെ ഈ ഇളകിയിരിക്കുന്ന കല്ലിലൊക്കെ ഞാൻ നിൽക്കണം. ചേച്ചി എങ്ങനെ പറഞ്ഞു? ഞാൻ ഇറങ്ങാം എന്നിട്ട് മറിച്ചേട്ടൻ വരാനല്ല ചാട. ഇതൊന്ന് പിടിക്കോ? ആർക്കേ എടാ നീ ചാടണ്ടാ. എടാ എവിടെ ചവിട്ടുന്നു? വേണ്ട ഇറങ്ങണ്ടാ. ഞാൻ മതി. വാ ആ വെള്ളത്തിൽ വെട്ടത്തിൽ കല്ലുണ്ട്. ആ വെള്ളത്തിൽ ചവിട്ടിക്കോ. ഈ കല്ല് ചാടിയിട്ട് ഇറങ്ങാൻ പറ്റില്ലേ? ചേടാ വേണ്ടടാ. ഒത്രയും സോലിനൊക്കെ പൊക്കി. ഞാൻ ഇറങ്ങുന്നില്ല. കാല് മടങ്ങോട്ടോ. ഇതെന്നെ ചെരുപ്പ് കൂറി എറിയാൻ പോവാണ്. കാല് തെന്നി വീഴല്ലോ. ഇതൊക്കെ എന്തെന്ന് പറഞ്ഞു നമ്മുടെ ചേച്ചി വെള്ളത്തിൽ കൂടെ തന്നെ വരികയാണ്. ഓക്കെ ജീൻസ് നനഞ്ഞു പണിയായി. എന്റെ ഷർട്ട് ഇവിടെ എന്നാട്ടെ ഞാൻ ഇറങ്ങാം. എന്നാ ഞാൻ ആദ്യം പോവാം. എന്നിട്ട് ആ ചേട്ടൻ തയ്യേ. ഇപ്പൊ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നല്ല വൈബാണ്. സമയം എത്ര? 3 മണി. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. നനഞ്ഞ് പോയാലിനി ഒന്നര അവിടെ ഇരിക്കണം കേട്ടോ. ഓക്കെ ചിരിക്കണേ. ബൈ. അവൻ്റെ പേരെന്തുവാ? ഓക്കെ പോണേ. ഓക്കെ ഇത് തിരിച്ചു കയറുന്നതിനേടാ സൂക്ഷിച്ച്. ആ സാരില്ല പോ. അങ്ങനെ ചേച്ചി അഡ്വാൻസ് എടുത്ത് കൊല്ലത്താടാ. ഞാൻ അവിടെ ആയിരുന്നു. ചേട്ടന്മാരെ വീഡിയോ സബ് ചെയ്യണമെന്ന് പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യണം. ആ ചേട്ടൻ തന്നെ തിരിഞ്ഞിരിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാട്ടാ. ആ അതും അമർത്തിയാരെ ഗൈസ്. ചേട്ടന്മാരെന്നാലും പറഞ്ഞല്ലേ. അമർത്തിയിലും കുഴപ്പമില്ല.
എനിക്ക് തന്നെ ഞാനെങ്ങനെയാ നടക്കണേന്ന് പോലും എനിക്കറിയാൻ പാടില്ല. കല്ലൊക്കെ കിടന്ന് നടക്കും ഞാൻ. അപ്പോൾ അതെ ഇതൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ, രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്നത്തെ ദിവസത്തെ യാത്രയൊക്കെ സൂപ്പറായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടായിരുന്നു, ഞങ്ങൾ +2 ഒരുമിച്ച് പഠിച്ചാൽ കേട്ടോ, +1 +2 കൂടി. അപ്പോൾ അവനാണ് നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുമ്പോൾ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം. അന്നേരം പിള്ളേരൊക്കെ ആയിട്ട് വരണം, അമ്മച്ചീനെ കൊണ്ടുവരണം. അപ്പോൾ നമുക്കിത് ഇതിലെ കയറിപ്പോട്ടോ. അയ്യ എൻ്റെ അമ്മേ, അപ്പോൾ അവന്മാർ ഇതിലേ ഇറങ്ങി വന്നേ. നമുക്കിത് ഇതിലൊന്ന് പോവാം. ഇല്ല പാമ്പുണ്ടോ ദൈവമേ, എനിക്ക് നല്ല കാലമായതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഇതിൽ കയറിപ്പോ. അയ്യോ നല്ല കാട് കേട്ടോ. ആ ഇവിടെ കാണാം, വേഗം കയറിപ്പോ. അയ്യോ അയ്യോ, പാമ്പുണ്ടോന്നൊന്നും പറയാനേ പറ്റത്തില്ല. പക്ഷെ കൊള്ളാം കേട്ടോ, ഇങ്ങനെ അത് വൈബാണ് കേട്ടോ, ഇങ്ങനെ ഇറങ്ങി നടക്കാൻ. ഓ ആ നമ്മൾ സെറ്റി. ഓ ഇനി മൊത്തം അങ്ങോട്ട് കയറ്റങ്ങളാണ് കേട്ടോ. അയ്യോ മടുത്ത് സത്യം പറഞ്ഞാൽ. ഇത് നല്ലൊരു ദിവസമായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇച്ചിരി അവിടെ നേരത്തെ വരായിരുന്നല്ലേടാ, അപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 3:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പയ്യെ നടന്നാൽ ഇനിയിപ്പോൾ 2 മണിക്ക്. അതെ, അമ്മ വരുമ്പോഴത്തേക്കും ചെല്ലണം നമുക്ക് എന്തായാലും. ഇതാണ് പാലം കേട്ടോ, അതല്ലേ ആദ്യമേ പറഞ്ഞേ. അത് തന്നെ. അപ്പോൾ ഒക്കെ ഞങ്ങളുടെ അയ്യോ ഈ കയറ്റം കയറണല്ലേ ദൈവമേ. അപ്പോൾ അതേ അങ്കിള് അപ്പോൾ നമ്മളോട് സംസാരിച്ച കേട്ടോ. പോട്ടെ. ആ അപ്പോൾ കുഞ്ഞാച്ചി വീഡിയോ ഒക്കെ കാണുന്ന അങ്കിളാണേ. അപ്പോൾ പോവാം. നിങ്ങൾ മാത്രമല്ല, താഴെ കുറേ പേര് നിൽപ്പുണ്ട്, അവരെല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരാണ്. ഓക്കെ, ഒരുപാട് സന്തോഷം. അറിയപ്പെടുന്നു എന്നും അറിയപ്പെടുന്നല്ല, ചോദിച്ചു കേട്ടോ. ജോസേട്ടൻ്റെ മോണല്ലേ എന്ന് കുറേ പേര് ചോദിച്ചേ. അപ്പം ചാച്ചായുടെ കൂടെ പണിയാനൊക്കെ പോകുന്നവരും പിന്നെ സ്വന്തക്കാരൊക്കെയാണ്. നമ്മളങ്ങനെ എല്ലാവരും അറിയത്തില്ല കേട്ടോ. പക്ഷെ അങ്ങനെയൊക്കെ സ്വന്തക്കാരൻ നമ്മളോട് അടുത്ത് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഒരുപാട് സന്തോഷം. അപ്പോൾ എന്താ പറയുക, വേറെ വിശേഷമൊന്നുമില്ല, ഞങ്ങൾ വേഗം നടക്കട്ടെ. ഈ കയറ്റം കാണുമ്പോൾ തന്നെ എൻ്റെ ദൈവമേ എനിക്ക് കണ്ണു തള്ളി പോവാ. വണ്ടി വന്നാൽ വണ്ടി കയറിപ്പോവും, കൊച്ചും അടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ ക്രിസ്റ്റിയാണ് കേട്ടോ. അവൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളെ കാണിക്കാൻ പറ്റി, അതിനെ എനിക്ക് വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റി. പിന്നെ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു, പിന്നെ റിലേറ്റീവ്സിനെ കണ്ടു. ഒരുപാട് ഹാപ്പിയായി. ഓക്കെ, അപ്പോൾ വലിയൊരു കയറ്റം നമ്മൾ കയറി കഴിഞ്ഞു. ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റഡ്. ഇനി നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു കയറ്റം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൂപ്പറാട്ടോ. സുഖമല്ല, ഇനി നടക്കാറുണ്ട്. നല്ല സൂപ്പറായിട്ട് ഇറങ്ങിയ ഒരു ഇറങ്ങുണ്ടായിരുന്നില്ലേ? അതെ, അതിന് തിരിച്ചു കയറണ്ടേ? ആ അതെ, അങ്ങനെ 3 ടാസ്ക്. എല്ലായിടത്തും ചക്കയുണ്ട് കേട്ടോ. അടുത്ത വേണ്ടിയിരിക്കുന്നത് കൊതി വിടാൻ പറഞ്ഞതല്ല, കാണിച്ചു തന്നതാണ് കേട്ടോ. കയറിയതേ ജ്യൂസ് കുടിക്കാൻ കേട്ടോ. ഈ കടയിലാണ് കയറുന്നത്. ചേട്ടൻ യൂട്യൂബിലിട്ട് കൊടുക്കാം. ആ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, ഇടും. അപ്പോൾ ചേട്ടനെ ലിങ്ക് അയച്ചു തന്നേക്കാം. ഓക്കെ. ആ അപ്പോൾ ഇത് കനകപ്പുഴയല്ലേ? കനകപ്പുഴയാണ് കേട്ടോ. ഈ ചേട്ടൻ്റെ കടയിൽ വന്നിട്ട് നമ്മൾ ജ്യൂസ് കുടിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ജ്യൂസ് കുടിക്കുക. അതെ, അപ്പോൾ ഞാൻ വെള്ളം കുടിക്കുകയാണ് കേട്ടോ. ഞാൻ മധുരമുള്ള അങ്ങനെ ജ്യൂസൊന്നും കുടിക്കുന്നില്ല. ചേട്ടൻ്റെ പേര് സുധൻ എന്നാട്ടോ ചേട്ടൻ്റെ പേര്. അപ്പോൾ ചേട്ടൻ വന്നിട്ട് യൂട്യൂബ് ഇടണം എന്നൊക്കെ പറഞ്ഞു, വീഡിയോ എടുത്തോന്നൊക്കെ ചോദിച്ചു. അതെ, കുറേ പേരെ പരിചയപ്പെട്ട് വരുന്ന വഴിക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വരവില്ല. അപ്പോൾ ചേട്ടൻ്റെ കട കേട്ടോ ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ വന്ന് വെള്ളമൊക്കെ കുടിക്കുക, വെള്ളം സാധനങ്ങളൊക്കെ മേടിക്കുക. അത് ഇവിടെ ഒരു കടയുള്ളൂ തോന്നില്ലേ? ഇവിടെ ഒരു കടയുള്ളൂ. അപ്പോൾ നമുക്ക് പാലത്തിലൊക്കെ വരുന്ന കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കയറി വന്ന് വെള്ളമൊക്കെ കുടിച്ച് പോവാം. ഇവിടുന്ന് കുപ്പിവെള്ളം മേടിച്ചോണ്ട് വെക്കും. ഞങ്ങൾ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നു പറഞ്ഞപ്പോൾ അതെ, ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി. അതെ, ഓട്ടോ കിട്ടും. ഓട്ടോ കയറി പോട്ടോ. ആ ഓട്ടോയ്ക്ക് സിറ്റി വന്നിറങ്ങി. അതെ, അയ്യോ നടക്കേണ്ടി വന്നില്ല കേട്ടോ, വേഗം എത്തിയല്ലേ? പെട്ടെന്ന് എത്തിയ പോലെ. അപ്പോൾ വന്നപ്പോൾ എവനേശ്വരനെ ഇവനെ കണ്ടു. നിന്റെ പേരെന്നാടാ? മനുഷ്യൻ. വീഡിയോക്കാരെ റീച്ച്. നിന്റെ പേരെന്നാ? എടാ പേര് പറടാ. മൈ നെയിം ഈസ് ആദിത്യൻ അരുൺ. നിന്റെ
മൈ നെയിം ഈസ് മനുഷ്യൻ. ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ്. എടാ മറ്റേ ഹാൻസി കറുത്ത സാധനമൊക്കെ നിക്ക ഓക്കെ. ഇതാ പാറപ്പുറത്ത് ഇന്ന് ചെയ്യാറുന്നതല്ലേ. വീടെത്തി. ചെറുപ്പക്കാരിവിടെ ഇരിപ്പുണ്ട്. അതെ, കുറച്ച് ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. കേട്ടോ പപ്പയുടെ പേര് സുരേഷ് പീറ്റർ ചന്ദ്ര. അപ്പൊ ഇത് പപ്പയുടെ കൂട്ടുകാരൻ പേര് സജി. ഇത് പപ്പയുടെ രണ്ടാം കൂട്ടുകാരൻ പേര് ബിനു. ഓക്കെ. രണ്ടാം ഭാര്യ രണ്ടാം കൂട്ടുകാരൻ. അപ്പൊ നമ്മൾ പോവാട്ടോ. ടാറ്റ. പാലവിടെ ഉണ്ട്. അങ്ങനെ നമ്മളിതേ വീട്ടിലെത്തിയിട്ടുണ്ട്. അയ്യോ നല്ലൊരു നടത്തമായിരുന്നു, നല്ലൊരു വ്ളോഗായിരുന്നു. ഞങ്ങൾ ശരിക്കും മടുത്ത് കേട്ടോ. ഗതം. അപ്പം ഇവനെ വേഗം പറഞ്ഞു വിടണം. അപ്പൊ ലേസും കൊടുത്തുവിട്ട് പറഞ്ഞു വിടാം. അപ്പൊ എന്താ വേറൊന്നുമില്ല. അപ്പൊ വേറൊന്നുമില്ല, നമുക്ക് വീഡിയോ അവസാനിപ്പിക്കണം. വീഡിയോ അവസാനിപ്പിക്കുന്ന സമയം അപ്പൊ ഗൈസ് എല്ലാവരും വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും